ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്സ് ബൈ രേവതി. അപ്പോൾ ഇതൊരു 1 ഇയർ പഴക്കമുള്ള വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഒരു ഔട്ടിംഗ് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ ഈ ലഗേജ് ഒന്നും കണ്ടിട്ട് പേടിക്കേണ്ടത് എൻ്റെ മാത്രമൊന്നുമല്ല, അന്ന് റൂമിൽ ഉണ്ടായിരുന്ന ഗേൾസിൻ്റെ എല്ലാവരുടേതും കൂടെ ആണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങി അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ടൈമിലുള്ള ഒരു ഒരു മെസ്സപ്പാണ് ഈ കാണുന്നത്. സോ ഇത് വെച്ചിട്ട് ആരും ജഡ്ജ് ചെയ്യാൻ നിൽക്കേണ്ട, എന്തായിരുന്നു ഇങ്ങനെ റൂം ഇങ്ങനെ കോളം കെടുത്തി ഇട്ടേക്കുന്നതാണ്. സോ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്കാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ഇനി കുറച്ച് ഗെറ്റ് റെഡി ഒക്കെയാണ്, മേക്കപ്പ് കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഒരു ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഈ ഒരു കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയതെങ്കിലും ഒന്നും നടന്നില്ലായിരുന്നു. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. അപ്പം അതൊക്കെ ഇട്ടിട്ടാണ് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇറങ്ങി അങ്ങനെ ബുർജ് ഖലീഫയുടെ തലവട്ടം കണ്ടു. അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഐ വാസ് സോ ഷോക്ക്ഡ്, സീരിയസ്ലി ഐ വാസ് ദാറ്റ് മച്ച് സർപ്രൈസ്ഡ് ആൻഡ് എക്സൈറ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സംഭവം ഞാൻ പലപ്പോഴും അടുത്തും ദൂരെയൊക്കെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു സാധനം എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ഉള്ളൊരു കാര്യമായിരുന്നു, വാട്ട് ഈസ് ഇൻസൈഡ് ഇൻ ദ ബുർജ് ഖലീഫ. അത് സാധനം വലിയൊരു സെറ്റപ്പാണെന്ന് അറിയാം, പക്ഷെ അകത്ത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇതൊരു മാള് പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിനകത്തോടെ കയറുമ്പോഴാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ വരുന്നത്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക, മോൾഡ് പോലൊരു സാധനം, എന്തോന്ന് പറയുന്നത്, എന്തോ ഒരു സാധനം മിനിയേച്ചർ, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് കുറേ ഉണ്ട് കേട്ടോ. അകത്തേക്ക് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ലിഫ്റ്റിലെ കാഴ്ചകൾ എടുക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ആ ടൈമിൽ കുറച്ച് നെർവസ് ആയി പോയത് കൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല. 125th ഫ്ലോറിൽ ആ ലിഫ്റ്റ് അത് വിത്തിൻ 30 സെക്കൻഡ് മുകളിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ഫാസ്റ്റ് ആയിട്ടായിരിക്കും അത് മൂവ് ആവുന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഫുൾ ഷോക്കായിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് നിന്നത്. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ കയ്യും കാലും ഒക്കെ വിറയ്ക്കുമായിരുന്നു. കാരണം അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. ആ വിൻഡോയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ റോഡിൽ പോകുമ്പോഴത്തേക്കും കാണുന്ന പല വലിയ വലിയ കെട്ടിടങ്ങളും ഭയങ്കര ചെറുതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച്, ദൈവമേ എന്ത് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടെ നിന്ന് താഴെ വരുന്ന തീർന്നു എന്ന്. പിന്നെ അതിനകത്ത് ഒരുപാട് നല്ല നല്ല കുറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു, അതുകൊണ്ടാണ് ഈ ഫോട്ടോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. പിന്നെ വുഡൻ ആയിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ 25th ഫ്ലോറിൽ നിന്ന് 24th ഫ്ലോറിലോട്ട് നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങിപ്പോയത്. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ചെറിയ കഫേ പോലെ കോഫിയൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു ചിറകലൊക്കെ ഉള്ള കണ്ണാടി വരെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു ഞാനായിട്ട് കുറയ്ക്കണ്ട, ഞാനും എടുത്തേക്ക്. അതങ്ങനെ ഞാനും എടുത്ത് 2-3 ഫോട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ മുകളിൽ പോയിട്ട് അവിടെയും 1-2 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചതിന്റെ പേരിൽ പുള്ളി തന്നെ സെലക്ട് ചെയ്ത് തന്നതായിരുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന ആ ബാഗ്, ഹാൻഡ് ബാഗ്. ദുബായ് എന്നൊക്കെ എഴുതിയിട്ട് ബുർജ് ഖലീഫയുടെ പടമൊക്കെ ഉള്ളൊരു ബ്ലാക്ക് കളർ ഒരു ബാഗ് എനിക്ക് വാങ്ങി തന്നു. പിന്നെ അതും തൂക്കിയിട്ട് ഇങ്ങനെ എല്ലാം കൂടെ തെറ്റാമറ്റ ഇങ്ങനെ നടക്കുമായിരുന്നു. ലൈറ്റൊക്കെ കണ്ട് അടിച്ച് നടക്കുമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആൻഡ് ഹാപ്പി രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വന്ന ഒരു ഇതായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇതുപോലെയുള്ള നൈസ് കുറെ പീസുകളൊക്കെ കാണാൻ പറ്റി. പിന്നെ അവരെയൊക്കെ ആയി നോക്കി കുറെ നേരം കൂടെ ഒക്കെ നടന്നു, കുറെ ഫോട്ടോസൊക്കെ എടുത്തു, കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഡേയിൽ ആഫ്റ്റർ 1 ഇയർ ഈ ഒരു മൊമെന്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ റിവൈൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് ശരിക്കും ഒരു വിഷമം തോന്നുന്നുണ്ട്. കാരണം അതൊക്കെ ഒരു ടെമ്പററി ഹാപ്പിനെസ് ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാം ഫേക്ക് ആയിരുന്നു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് വിടും, നമുക്ക് ഇവിടെ വരാം. ഇത് വന്നിട്ട് മുകളിൽ നിന്നും താഴെയുള്ള കാഴ്ചയാണ്. അവിടെ ഒരു ഡിസ്പ്ലേ പോലെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ എന്റെ നേരെ താഴെയുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനൊക്കെ പറ്റും. ശരിക്കും നടക്കുമ്പോൾ നമുക്കില്ല പേടിയാവും. നമ്മൾ എന്താ ഗ്ലാസ് ബ്രിഡ്ജ് എന്തോ ഒരു സാധനമില്ല, അതിന്റെ മുകളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലൊക്കെ തോന്നും. നടക്കുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ ചവിട്ടുമ്പോൾ ഗ്ലാസ് പൊട്ടുന്ന പോലത്തെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. കിടിച്ചു കിടിനോ എന്നുള്ള സൗണ്ടൊക്കെ കേൾക്കും. ഞാനങ്ങനെ ഷോക്കായിട്ട് പെട്ടെന്ന് ദൈവമേ ഞാൻ ചവിട്ടി വല്ലതും പൊട്ടിയോ എന്നുള്ള ഇതിൽ ഞാനിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കിയിട്ട് ഷോക്കായിട്ട് തിരിച്ചൊക്കെ ഇറങ്ങി. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് താഴത്തെ നിലയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ആ കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ, ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ ഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനത് റിവീൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒരു കപ്പിൾ എന്നുള്ളൊരു രീതിക്ക് ഇങ്ങനെ ജസ്റ്റ് കൈയൊക്കെ പിടിച്ചിട്ട് നടന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ വെച്ചിട്ട് അങ്ങോട്ട് വിടുകയാണ്. അങ്ങനെ വെളിയിലിറങ്ങി അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടു.
കുറേ കപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്ര ക്രൗഡൊന്നും ഇല്ലായിരുന്നെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു. മുകളിൽ ടോപ്പിലൊക്കെ കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു. താഴെ ഇറങ്ങി വന്നപ്പോൾ അത്ര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെയാണ് മറ്റേ എന്തോ വാട്ടർ ഡാൻസോ എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. ഇതാണ് പലരുടെയും വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഈ ന്യൂ ഇയർ ടൈമിലും അങ്ങനെയൊക്കെ ഉള്ള സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇവിടെയാണ് കൂടുതലും എന്തൊക്കെയോ വാട്ടർ പ്രോഗ്രാംസ് എന്തൊക്കെയോ നടക്കുന്നതൊക്കെ. അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. താഴെ നിന്നിട്ട് മുകളിലേക്കുള്ള ബുർജ് ഖലീഫയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഇരുട്ടത്ത് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിന്റെ മുകളിലാണല്ലോ ഇപ്പൊ പോയിട്ട് വന്നിരുന്ന ആ ഒരു അത്രയും ഹൈറ്റിൽ നിന്നിട്ടാണല്ലോ ഇപ്പൊ താഴോട്ട് വന്നതെന്നൊക്കെ ഉള്ളൊരു ഒരു 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 എന്താ പറയാ റിയലൈസേഷൻ അപ്പോഴേക്കാണ് ഉണ്ടായത് എനിക്ക്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു ഡേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയോ ബോയ് ഫ്രണ്ടിനെയോ ഫ്രണ്ട്സിനെയോ ആരെയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഏതായിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് കമന്റ് ചെയ്ത് പറയുവാണെങ്കിൽ എനിക്കും ഓക്കെ അറിയാൻ പറ്റുമല്ലോ. ഞാൻ മാത്രമല്ല, ഇതുപോലെ എന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഇതുപോലെ നല്ല നല്ല പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്ത് കുറെ പുതിയ എക്സ്പീരിയൻസസ് ഒക്കെ എടുത്തിട്ടുള്ളവരെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വെറുപ്പിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ഇറ്റ്സ് മീ രേവതി signing off from Talks and Works by രേവതി. And I love you so much guys and happy Valentine's Day. Valentine's Day ഒക്കെ കഴിഞ്ഞു വന്നിരുന്നാലും ഒരു വിഷസ് ഒക്കെ ഇരിക്കട്ടെ. പിന്നെ പറയാൻ മറന്നുപോയി, ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ചെറിയൊരു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. അതും നല്ല അടിപൊളി ക്ലാസ് കഫേ ആയിരുന്നു കേട്ടോ. കഫേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഫുഡിന്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. വീഡിയോയിലെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അടിപൊളി കഫേ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും ഒരു ഒത്തന്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫുഡിന്റെ ടേസ്റ്റ് ആണെങ്കിലും അതെ, ആ ഒരു പ്ലേസ് ആണെങ്കിലും അതെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ.